ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ഡെൻമാർക്കിന്റെ തലസ്ഥാനമായിട്ടുള്ള കോപ്പൻഹാഗനിൽ നിന്നും ഇറ്റലിയിലെ പിസ നഗരത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റലിയിലെ പ്രശസ്തമായിട്ടുള്ള പിസ ഗോപുരം കാണുക എന്നതാണ് യാത്രയുടെ ഉദ്ദേശം. ഫ്ലൈറ്റിൽ വെച്ചതേ നമുക്ക് കോപ്പൻഹാഗൻ മാൽമോ ബ്രിഡ്ജിന്റെ ആകാശ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ആൽപ്സിന്റെ മനോഹര ദൃശ്യങ്ങളും ഒക്കെ കാണാൻ പറ്റി. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. ഫ്ലൈറ്റ് ഇപ്പോൾ ഇറ്റലിയിലെ പിസ നഗരത്തിലേക്ക് ലാൻഡ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. സന്ധ്യ മയങ്ങുന്ന നേരമാണ്. നമുക്കിനി എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാനുള്ള സമയമേ ഇന്നുള്ളൂ. നാളെ രാവിലെയാണ് നമ്മൾ പിസ നഗരത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകുന്നത്. കോപ്പൻഹാഗനിൽ നിന്ന് വന്നപ്പം നമുക്ക് ഇറ്റലി ചില വ്യത്യാസങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പഴയ നഗരമാണെന്ന് തോന്നുന്നു. ഈ പിസ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു അല്ലേ ഈ സിറ്റി ഫേമസ് ആയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. എന്തായാലും നോക്കാം എന്തൊക്കെയാണ് ഈ സിറ്റിയിലുള്ളത്. ഇറ്റലി വന്നിട്ട് പിസ്സ കഴിച്ചില്ലെന്നുണ്ടല്ലേ. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇറ്റലിയിലെ പിസ നഗരത്തിലാണുള്ളത് കേട്ടോ. രാവിലെയായി. നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടലാണ് കേട്ടോ. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു അപ്പാർട്ട്മെൻറ്റ് അവരൊരു ഹോട്ടലാക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ പരിസര പ്രദേശങ്ങൾ കേട്ടോ. ഇന്നലെ നമ്മൾ രാത്രിയിൽ വന്നപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ ഇവിടെ അതിൻ്റെ ചെക്ക് ഇൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കോഡൊക്കെ അവർ പറഞ്ഞു തന്നു. അതെടുത്തിട്ട് നമ്മൾ ഈ മെയിൻ ഡോറിൻ്റെ കീ ആണ് അതിനകത്തുള്ളത്. അത് തുറന്ന് നമ്മൾ അകത്ത് കയറി കഴിയുമ്പോൾ നമുക്കിവിടെ കീ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് സംഭവം. ഒരു ഇറ്റാലിയൻ ഹോട്ടലാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ റിസപ്ഷൻ. അതിനുശേഷം അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെയാണ്. പിന്നെ നമുക്ക് താമസിക്കാനായിട്ടുള്ള റൂം മേളിലാണ്. ഇതാണ് ഇതിൻ്റെ ഒരു റൂംസൊക്കെ ഉള്ള ഒരു സ്ഥലം. ഫസ്റ്റ് ഫ്ലോറ്. ഇവിടെ ഒരുപാട് റൂംസ് ഉണ്ട്. ഇതിലൊരു റൂമാണ് നമുക്ക് കിട്ടിയിരുന്നത്. അത്യാവശ്യം വലുപ്പമൊക്കെയുള്ള ഒരു റൂമാണ് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത റൂമാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റൈറ്റ്. ഇതിപ്പോൾ എങ്ങനെയുണ്ട് പിസ നഗരം? കുഴപ്പമില്ല. ഇന്ന് നമ്മൾ ചെരിഞ്ഞ ഗോപുരം കാണാൻ പോവുകയാണ്. അതെ. പിസ നഗരം നമ്മുടെ കേരളത്തിലെ ഗ്രാമങ്ങൾ പോലൊക്കെ തന്നെയാണ്. പിന്നെ ഫുട്പാത്തുകളും ഇതൊക്കെ ഇച്ചിരി നീറ്റാണെന്നേ ഉള്ളൂ. അതെ. വീടുകളൊക്കെ നമ്മുടെ ഗ്രാമങ്ങളെ കേരളത്തിലെ ചങ്ങനാശ്ശേരി ആ ഏരിയയിലൊക്കെ പോലുള്ള വീടുകളൊക്കെ തന്നെയല്ലേ. കണ്ടോ, അതിമനോഹരമായിട്ടുള്ള രീതിയിൽ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുന്നത് കണ്ടില്ലേ. ഇതൊരു ചെറിയൊരു സ്ക്വയറാണെന്ന് തോന്നുന്നു. ഇവിടെ കണ്ടോ, ചെറിയ കുടിലുകൾ പോലുള്ള സംഭവം. പിള്ളേർക്ക് കളിക്കാൻ ഫുട്ബോൾ, ചെറിയൊരു ഗ്രൗണ്ട് കണ്ടോ. ഇവിടെ ഒരു റോസാ ചെടി കണ്ടോ കേട്ടോ. നല്ല കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലോസ്കി. നല്ല അടിപൊളിയായിട്ട് റിയൽ ഫ്ലവറാണ് കേട്ടോ. റിയൽ ചെടിയാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ കണ്ട ചില മരങ്ങളൊന്നും നമുക്ക് ഇതിനു മുമ്പേ കണ്ടിട്ടുള്ള പരിചയമൊന്നുമില്ല. അങ്ങ് ദൂരെ കാണുന്ന ഒരു മരം കണ്ടില്ലേ, അതിൻ്റെ മുകളിൽ മാത്രം ചില്ലകളൊക്കെ ആയിട്ടൊരു പ്രത്യേകതരം ഒരു മരമാണ് കേട്ടോ അത്. അപ്പം ഈ സിറ്റിയിലും ഒരുപാട് പുതിയ കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. ഇതുണ്ടോ, ആ മരത്തിൻ്റെ തണലിൽ കൂടെ വളരെ ശാന്തമായിട്ടുള്ളൊരു നടത്തം. വളരെ റിലാക്സിങ് ആയിട്ടുള്ളൊരു വഴിയാണ് കേട്ടോ ഇത്.
വളരെ മനോഹരമായിട്ടുള്ള ഒരു തെരുവാണ് കേട്ടോ. നല്ല തണലുണ്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ ഏകദേശം 12-13 ഡിഗ്രിയാണ്. ഇനി ഇവിടെ ഒരു 20 ഡിഗ്രി വരെയൊക്കെ പോകും. അങ്ങ് അകലെ കാണുന്ന ആ മരം കേട്ടോ ഒന്ന് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ച ഒരു പ്രത്യേകതരം മരം, മുകളിൽ മാത്രം ശിഖരങ്ങളുള്ള ഒരു മരം. നമ്മൾ ആദ്യം വിചാരിച്ചത് വെട്ടി നിർത്തിയേക്കുവാന്ന്, പക്ഷേ ആ കാണുന്ന എല്ലാ മരങ്ങളും ആ ഒരു രീതിയിലാണ് കേട്ടോ ഉള്ളത്. ആൾക്കാരൊക്കെ സൈക്കിളൊക്കെ ചവിട്ടി ജോലിക്കൊക്കെ പോകുന്ന സമയമാണെന്ന് തോന്നുന്നു. ഉണ്ടോ, ഇവിടെ ഒരു മേൽപ്പാലമുണ്ട് കേട്ടോ. വളരെ പുരാതനമായിട്ടുള്ള ഒന്നാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട്. കണ്ടിട്ട് ഒരു കത്തോലിക്ക പള്ളിയാണെന്ന് തോന്നുന്നു. ഇറ്റലിയാണ്. ഇവിടെ കൂടുതലും കത്തോലിക്ക ക്രിസ്ത്യാനികളായിരിക്കും കൂടുതലുള്ളത് കേട്ടോ. ചെറിയ വണ്ടി, 2 പേർക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന വണ്ടി. ഇതൊരു ആ പള്ളിയുടെ ബാക്ക് സൈഡാണെന്നൊരു സംശയമുണ്ട്. കല്ലുകൾ പാകിയ ഒരു തെരുവാണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് പഴയ ബിൽഡിങ്സൊക്കെയാണ്. കുറച്ച് പഴയ സിറ്റി ആണെങ്കിലും അതിമനോഹരമാണ് കേട്ടോ ഈ സിറ്റി. ഇന്ന് നമ്മുടെ യാത്രയുടെ അവസാന ദിവസമാണ് കേട്ടോ. ഇന്ന് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ 11:20 നമുക്ക് ട്രെയിൻ റോമിലേക്ക്, അതൊരു 3 മണിയാകുമ്പോൾ ചെല്ലും. അതിനുശേഷം അവിടുന്ന് നമുക്ക് മാക്സിമം റോമിൽ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ കണ്ട് നാളെ രാവിലെ നമുക്ക് സ്വീഡനിലേക്ക് ഫ്ലൈറ്റാണ് കേട്ടോ. ആൾക്കാരൊക്കെ റിലാക്സ് ആയിട്ടിരുന്ന് ബ്രേക്ക്ഫാസ്റ്റും സംഭവങ്ങളുമൊക്കെ കഴിക്കുവാണ് കേട്ടോ. ഇതെന്താണെന്നറിയില്ല, മൾട്ടി സാല ഓഡിയോൺ എന്നാണ് കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി വല്ല തിയേറ്ററോ? ഇതൊരു തിയേറ്ററാണ് കേട്ടോ. ഇതൊന്ന് കാണിച്ചേക്കാം. അപ്പം നമ്മളിവിടെ വന്നിട്ട് കണ്ട ഇറ്റലിയിലെ ഒരു തിയേറ്ററാണ് കേട്ടോ. കണ്ടോ, മനസ്സിലായത് നമുക്കവിടെ മൂവി പോസ്റ്റേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പല ലാംഗ്വേജസ് അവിടെ അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിനിമ തിയേറ്റർ. അപ്പോൾ ഇതൊരു ഈ ഒരു നഗരത്തിൻ്റെ ചെറിയൊരു സെൻട്രൽ ഭാഗമാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. എനിക്കൊന്ന് വേസ്റ്റ് ഇടുന്ന സംഭവങ്ങളാണെന്ന് തോന്നുന്നു. ഇപ്പം നമുക്ക് കുറച്ച് ടൂറിസ്റ്റുകളെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറ്റലിയിലെ ചെരിഞ്ഞ ഗോപുരം, പിസ ഗോപുരത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോന്നുന്നു ഈ നടക്കുന്ന ആൾക്കാരെല്ലാം ടൂറിസ്റ്റുകൾ അങ്ങോട്ടുള്ള യാത്രക്കാരാണെന്നാണ് തോന്നുന്നു കേട്ടോ. നമ്മൾ വെനീസിൽ പോയപ്പോൾ ഇതുപോലുള്ള സിമിലർ എന്താ പറയുക അവസ്ഥയിലുള്ള കെട്ടിടങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ചു അതൊരു മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റി ആയതുകൊണ്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യാത്തതാണെന്ന്. പക്ഷേ ഇപ്പോൾ നമുക്ക് പിസയിലും ഇതുപോലുള്ള സിമിലർ കണ്ടീഷൻസാണ് ബിൽഡിങ്സിൻ്റെയൊക്കെ കേട്ടോ. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു കണ്ടീഷൻ ഇതാണ്. അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്തിൻ്റെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇത്രയേ ഉള്ളൂ. അങ്ങനെ നടന്ന് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു പാലസ് സ്ക്വയർ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഇത് നമ്മൾ ഇന്നലെ കോപ്പൻഹാഗനിൽ കണ്ട പോലെ ഒരു പാലസൊക്കെ ഉള്ള ഒരു സംഭവം, ഒരു നടുമുറ്റം പോലെ, അല്ലെങ്കിൽ അതിപുരാതനമായിട്ടുള്ള കെട്ടിടങ്ങളാണ് കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു രാജാവിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു പ്രതിമ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സ്തൂപത്തിൻ്റെ മുകളിൽ ഒരാൾ ഇരിക്കുന്ന ഒരു പ്രതിമയുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു മണിമാളിക പോലുള്ളൊരു സംഭവമുണ്ട്. ഇതിൻ്റെ ഒരു ചെറിയൊരു സ്ക്വയർ ആണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടോ അപ്പോൾ നമ്മുടെ ജപം പറയാം, നമ്മുടെ നാട്ടിലായിരുന്നേ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ തള്ളി മറിച്ചിട്ടാൽ ഗോപുരം അങ്ങകലെ നമ്മൾ തപ്പി വന്ന നമ്മുടെ പിസ ഗോപുരം ചെരിഞ്ഞങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. ദൂരെ നിന്ന് തന്നെ ശരിക്കും കണ്ടു കഴിഞ്ഞപ്പോൾ അല്ലേ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കണ്ട സംഭവം, ഫോട്ടോയിലൊക്കെ കണ്ട സംഭവം നമ്മൾ മോളിൽ കയറാം. അതൊരു
ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. ശരിക്കും ഉണ്ടെന്ന് തോന്നുന്നു സംഭവം. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി കടകളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പിസ ഗോപുരത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ. ശരിക്കും എക്സൈറ്റഡ് ആണ്. ഓ മൈ ഗോഡ്, നമ്മുടെ ഗോപുരം ഇങ്ങനെ നിൽപ്പുണ്ട്. കാണിച്ചു തരാം. ശരിക്കും തന്നെയാണെന്ന് നോക്കട്ടെ. ഇപ്പം നോക്കിയിട്ട് വലിയ ചെരിവില്ല കേട്ടോ. നമ്മുടെ നേർക്കാണ് ഇത് ചെരിഞ്ഞിരിക്കുന്നത് കേട്ടോ. ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടം പോലെ. ഇതിൻ്റെ പരിസരം ഞാനൊന്ന് കാണിക്കാം. അതിൻ്റെ അപ്പുറത്തൊരു ഡോമുണ്ട്, പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ഇതിനെപ്പറ്റി നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ ഇവിടെ വന്നത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത് ശരിക്കും കാണാനുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ആൾക്കാരുടെ ഒരു കൂട്ടവും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ലുക്കും ആ ചെരിവും ഒക്കെ ശരിക്കും ഒരു അത്ഭുതം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതിൻ്റെ ഹിസ്റ്ററി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. 11-ാം നൂറ്റാണ്ടിൽ പണി തുടങ്ങിയിട്ട് 100-200 വർഷം കൊണ്ട് പൂർത്തിയായ ടവറാണ് കേട്ടോ. 13-ാം നൂറ്റാണ്ടിലാണ് ഇത് പണി കഴിപ്പിച്ച് തീർന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചെരിവ് നേരെയാക്കാനുള്ള ശ്രമങ്ങൾ ഒരുപാട് എൻജിനീയറിംഗ് വർക്കുകളൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2000-ലാണ് ഇത് വീണ്ടും ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഉണ്ടല്ലേ, ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന പള്ളിയുടെ ഒരു മണിമാളിക അല്ലെങ്കിൽ ബെൽ ടവർ എന്ന രീതിയിലാണ് കേട്ടോ ഈ സംഭവം പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഇതൊരു ഗോപുരമായിട്ട് വന്നിരിക്കുന്നതിൻ്റെ കാരണം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ചെരിവ് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് അവർ ഇങ്ങനെ താങ്ങി നിർത്താനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പുറത്തെ വശത്തെ മണ്ണൊക്കെ മാറ്റിയിട്ട് അവർ അത് നേരെയാക്കാനുള്ള ശ്രമങ്ങളും കോൺക്രീറ്റ് ഫില്ലിങ്ങും ഒരുപാട് സംഭവങ്ങൾ ഈ ഗോപുരത്തിൽ ഇവർ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇതിപ്പം ഈ ഒരു കണ്ടീഷനിൽ 4 ഡിഗ്രി ചെരിവിലാണെന്ന് തോന്നുന്നു ഇപ്പം ഇത് നിൽക്കുന്നത്. ശരിക്കും ഒരു അത്ഭുതം തന്നെ. ഈ ടവറും അതുപോലെ തന്നെ ഇവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരും ഒക്കെ അതിന് സാക്ഷ്യം. ചിജാപ്പാപ്പൻ ഒരു കൈക്കാരനാണ് പള്ളിയുടെ. അപ്പോൾ എന്താണ് ഈ ഗോപുരം കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? അതായത് ഇത് നമ്മുടെ ഒരു പള്ളിമണിയായിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. ആ, അപ്പോൾ എൻ്റെ ഒരു ഇത് ഉദ്ദേശം വെച്ചിട്ട് അന്നത്തെ കൈക്കാരന്മാരെ കമ്മിറ്റിക്കാരെയൊക്കെ പിരിച്ചുവിട്ടുകയാണ്. അതാണ് ചാൻസ്. തിരിച്ചു പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അതെ അധികം കാണാനൊന്നുമില്ല. ഈ ഒരു ഗോപുരവും പിന്നെ ആ പള്ളിയുടെ കാഴ്ചകളുമാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള പള്ളിയുടെ എന്തോ റിനോവേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ 11-ാം അല്ലെങ്കിൽ 13-ാം നൂറ്റാണ്ടിൽ ഇങ്ങനൊരു സംഭവം പണിത് തന്നെ വളരെ വലിയ കാര്യം. പള്ളിയുടെ ബാക്ക് സൈഡ് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് വീണ്ടും ഇതിൻ്റെ ആംഗിൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. പിസ്സ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിലൊരു സെൽഫി വീഡിയോ അല്ലേ? സംഭവം കൊള്ളാം അല്ലേ? അവർ ചെരിച്ച് നിർത്താനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ചെരിച്ച് നിർത്താൻ. അതെ ആൾക്കാരൊക്കെ പല പോസിൽ ഗോപുരം തള്ളുന്ന രീതിയിലൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. കൈയൊക്കെ പിടിക്കുന്ന ഫോട്ടോസ് കണ്ടോ. ഗോപുരത്തിനെ തള്ളി മറിച്ചിടാൻ ഒക്കെ പോകുന്ന അല്ലെങ്കിൽ താങ്ങി നിർത്താൻ പോകുന്ന ഫോട്ടോസൊക്കെ ഇവിടെ നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പിസയിലെ കാഴ്ചകളൊക്കെ മതിയാക്കിയിട്ട് നമ്മൾ പിസ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ കൂടെ വയ്ക്കുന്ന ആൾക്കാരൊക്കെ ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. ഇപ്പോൾ ഇവിടെ 9 മണിക്കാണ് ഇത് സ്റ്റാർട്ടാകുന്നത്. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഉണ്ടോ, ഇന്നൊരു വ്യാഴാഴ്ചയാണ് കേട്ടോ, വീക്കെൻഡ് പോലും അല്ല. എന്നിട്ട് നല്ല ആൾക്കാരുണ്ട് കേട്ടോ. തിങ്ങി നിറഞ്ഞാണ് ആൾക്കാർ നിൽക്കുന്നത്. സോറി. അല്ലോ, നമുക്കിനി റോമിലേക്ക് പോകാനായിട്ട് ട്രെയിൻ പിസ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഏകദേശം അരമണിക്കൂർ നടക്കാനുണ്ട്. അപ്പം ഞങ്ങളൊരു ബസ്സോ ട്രെയിനോ പിടിച്ച് പോകാനായിട്ടുള്ള പരിപാടിയാണ്. ഒരു 10 മിനിറ്റ് നടക്കണം. അതിനുശേഷം ഒരു ബസ് കയറി കഴിഞ്ഞാൽ കറക്റ്റ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തും. അപ്പോൾ ഇവിടെ കുതിരവണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ടൂറിസ്റ്റുകളെയും കൊണ്ട് വരുന്ന കുതിരവണ്ടികളാണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടില്ലേ, നല്ല കറുത്ത കുതിരവണ്ടികൾ, കറുത്ത കുതിരയും വണ്ടിയും. ചുമ്മാ ടാക്സിക്കാരനോടൊന്ന് ചോദിച്ചു നോക്കാം. ഹായ്, എക്സ്ക്യൂസ് മീ, ഹൗ മച്ച് ഇറ്റ് വിൽ കോസ്റ്റ് ടു ഗോ ടു പിസ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ? ഞാൻ കയറാം.
ഓക്കെ 10 euro 11 യെസ് ഓക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും ഒത്തിരി നടക്കുന്നില്ലെന്ന് കേട്ടോ, നമ്മളെ പ്ലാൻ മാറ്റി നമ്മളെന്നാൽ ടാക്സി തന്നെ പിടിക്കുകയാണ് കേട്ടോ. 11 euro ആണ് ഇവിടുന്ന് സെൻട്രൽ സ്റ്റേഷനിലേക്ക്. ഇവിടെ ടാക്സിയുടെ ചാർജൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 11 euro 10 euro 80 cent ആണ് പിസയിൽ നിന്ന് സെൻട്രൽ സ്റ്റേഷനിലേക്കുള്ളത്. അല്ലാത്ത ചെറിയ ഓട്ടത്തിനൊക്കെ 1 കിലോമീറ്റർ ഓട്ടത്തിനൊക്കെ 2-3 യൂറോയൊക്കെയാണ് കേട്ടോ. വലിയ കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ടാക്സി പിടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ടാക്സി ഇവിടെ സേഫാണ് കേട്ടോ, പ്രത്യേകിച്ച് സ്കാമും പരിപാടിയൊന്നുമില്ല. അവിടെ എഴുതി വെച്ചിരിക്കുന്ന തുക നമ്മൾ കൊടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും. പിസ സെൻട്രൽ സ്റ്റേഷൻ നമുക്ക് ഒരു മണിക്കൂറുള്ള സമയമുണ്ട്. കുറച്ച് നേരത്തെ ഇങ്ങ് പോന്നു, കാരണം 4.5 മണിക്കൂർ നീണ്ട ട്രെയിൻ ആയതുകൊണ്ട് നമ്മൾ അധികം റിസ്ക് എടുത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പോകേണ്ട ട്രെയിൻ 11:20 505 നമ്പർ ട്രെയിൻ, പ്ലാറ്റ്ഫോം നമ്പർ 4 ആണ് കേട്ടോ. ഇത് ജിയോഭവൻ ആദ്യമായിട്ട് ഇറ്റലി വന്നിട്ട് പിസയിൽ വന്നിട്ട് എന്താണ് അഭിപ്രായം എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. ഇറ്റലിയിൽ വന്നിട്ട് പിസയിലേക്കാണ് ആദ്യമായിട്ട് വരുന്നത്. പിസ നമ്മുടെ ഒരു ചെറിയ നഗരം പോലെ, നമ്മുടെ ഇന്ത്യയിലെ ഒരു ചെറിയ നഗരം പോലെ ഉള്ള ഒരു ഇതേ ഉള്ളൂ. വലിയ ഹൈ റൈസ് ബിൽഡിങ്സുകളൊന്നുമില്ല. പിന്നെ പിസ ഗോപുരം അതിൻ്റെ ചെരുവ് കൊണ്ട് പ്രശസ്തമാണ്, അല്ലാതെ ഒത്തിരി ഉയരമോ അതിൻ്റെ ഇതൊന്നുമില്ല. അപ്പം അത് ഒരു പള്ളിയുടെ മണിയായിരുന്നു. പള്ളിയോട് ചേർന്നിരിക്കുന്ന ഒരു ഗോപുരം, അത് ചെരിഞ്ഞുകൊണ്ട് പ്രശസ്തമായി. നമ്മൾ 1 മണിക്കൂർ നേരത്തെ ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് സമയമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് ഈ സെൻട്രൽ സ്റ്റേഷൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണാനായിട്ട് പോകണം കേട്ടോ. സംഭവം ഗ്രീനായിട്ടുണ്ട്. ഇതാണ് പിസ സെൻട്രൽ സ്റ്റേഷൻ, ദൂരെ നിന്നുള്ള വ്യൂ. നമ്മൾ പുതിയൊരു നഗരത്തിൽ വന്ന ഒരു സമയം പോലും പാഴാക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അവരെ അവിടെ ഇരുത്തിയിട്ട് ഒന്ന് നടക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ എല്ലാ സംഭവങ്ങളും മാർക്കറ്റ് ചെയ്യുന്നത് പിസ ഗോപുരത്തിൻ്റെ പേരിൽ തന്നെയാണ്. ഓഫ് കോഴ്സ് അതിൻ്റെ പേരിലാണ് ഇവിടെ ആൾക്കാർ വരുന്നത്. ചെറിയ ചെറിയ സുവനിയർ ഷോപ്പുകൾ, ബാർബർ ഷോപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് നേരെ നടന്നു വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ജയൻറ്റ് വീല് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു ചെറിയൊരു സ്ക്വയർ ആണെന്ന് തോന്നുന്നു. ഇവിടെ ചെറിയ റെസ്റ്റോറൻറ്റുകളും കഫേകളും ഒക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. വളരെ നല്ലൊരു കാലാവസ്ഥയാണിപ്പോൾ. എനിക്ക് തോന്നുന്നു ഏകദേശം 16-17 ഡിഗ്രി ഒക്കെ ആയിട്ടുണ്ട്. തീരെ തണുപ്പില്ല, സണ്ണി ഡേ ആണ്. ഈ ജയൻറ്റ് വീല് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഉണ്ടോ, ഇതൊരു ചെറിയൊരു സ്ക്വയർ ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു റോമൻ ചക്രവർത്തിയുടെ ആണെന്ന് തോന്നുന്നു. പുള്ളിയുടെ ആ ഒരു ക്യാപ്പ് കണ്ടിട്ടാണ് എനിക്കങ്ങനെ തോന്നിയത്. പുള്ളിയുടെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഇറ്റാലിയനിൽ. എനിക്കൊന്ന് പിസ ഭരിച്ചിരുന്ന
ചക്രവർത്തി ആയിരിക്കാം. അതുപോലെ തന്നെ എന്താണ്ട് അവിടെ ഒരു പള്ളിയും പിന്നെ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ബിൽഡിങ്ങുകളും കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് മാറി കാണാനുള്ള കാഴ്ചകൾ.